ടിജലിൽ ഉൾപ്പെടെ പറയുന്നത് സംസ്ഥയുടെ എ.പി വിഭാഗത്തിന്റെ വോട്ട് ഭൂരിഭാഗവും അത് ഇടതുപക്ഷത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ ഒരു മെക്കാനിസം ജലീലിന്റെ കയ്യിലുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ സാമുദായിക സംഘടനകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇത്തവണ എല്ലാ സാമുദായിക സംഘടനകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ആരെങ്കിലും അങ്ങനെ പരസ്യമായി വിയോജിപ്പോ യോജിപ്പോ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കാന്തപുരം എ.പി അബൂബക്കർ മുസ്ലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥ ഏതെങ്കിലും തരത്തിൽ പ്രഖ്യാപനം നടത്തിയതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഇനി അങ്ങനെ നടത്തിയെന്ന് തന്നെ വെക്കാം. അങ്ങനെ ഏതെങ്കിലും താല്പര്യം അവർ പ്രകടിച്ചു, അവർക്ക് അവരുടെ അവകാശമാണ്. ഒരു സംഘടന എന്ന രീതിയിൽ ആർക്ക് വോട്ട് ചെയ്യണം, എങ്ങനെ നിൽക്കണം, അവർക്ക് സ്വാഭാവികമായ അവരുടെ അവകാശമുണ്ട്. അതിന് മുകളിലൊന്നും ചോദ്യം ചെയ്യാനും അതിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താനൊന്നും ഞങ്ങൾ ആളല്ല. ഞങ്ങൾക്ക് ആഗ്രഹിക്കാമല്ലോ, അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാം. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അവരുടെ വോട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്, അവരുടെ വോട്ടും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. താനൂരിലെ പ്രതീക്ഷ താനൊരു വലിയ പ്രതീക്ഷയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ റിവ്യൂ മീറ്റിംഗ് നടത്താൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ UDF ഈ മണ്ഡലം തിരിച്ചു പിടിക്കും. അതുതന്നെയാണ് ഒരു വലിയ ഭൂരിപക്ഷത്തോടെ ഈ താനൂർ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് പി.കെ. നവാസും വ്യക്തമാക്കുന്നത്.